കൂട്ടുകാരെ, എല്ലാവർക്കും നിജൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. വെറും 14 ദിവസം ഈ ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും. ഈ 14ാമത്തെ ദിവസം നമുക്ക് വരുന്നത് ഓവുലേഷൻ്റെ ടൈമാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഡോക്ടേഴ്സ് IVF ചെയ്യാനായിട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ടിപ്പ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ഒരുപാട് മുതൽ മുടക്കമൊന്നും ഇല്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടിപ്പാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ബെല്ലി ബട്ടണിൽ കാസ്റ്റർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആണ്. ഒരു ഫെർട്ടിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു ടിപ്പാണ്. ഒരുപാട് നമ്മുടെ ആൻസിസ്റ്റേഴ്സൊക്കെ, നമ്മുടെ പൂർവികന്മാരൊക്കെ പണ്ട് ഫോളോ ചെയ്തിരുന്ന ഒരു ടിപ്പാണിത്. പുറത്ത് ഇടി കുടുങ്ങുന്നുണ്ട്, ചിലപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് നിങ്ങൾക്ക് സൗണ്ടിൽ കേൾക്കാം, ക്ഷമിക്കുക കേട്ടോ. ആയുർവേദത്തിൽ നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ടാണ് ഈ നേവൽ ബട്ടനെ കാണുന്നത്. അമ്മയും കുഞ്ഞും തമ്മിലുള്ളൊരു ബന്ധം സ്റ്റാർട്ട് ചെയ്തു തുടങ്ങുന്നത് പൊക്കിൾക്കൊടിയിൽ നിന്നാണല്ലോ. അതുകൊണ്ട് അതിനേതാണ് ഏറ്റവും സെൻറ്റർ ആയിട്ടുള്ള ഒരു പോയിന്റ് ആയിട്ടും ലൈഫിൻ്റെ ഏറ്റവും സ്റ്റാർട്ടിംഗ് പോയിന്റുമായിട്ട് പലരും കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വെയിൻസ് വന്ന് അതൊന്ന് ജോയിൻ ആയി പോകുന്നതും നമ്മുടെ ഈ ഒരു ലിങ്ക് ആയിട്ടുള്ള പോകുന്നതുമായിട്ടുള്ള ഒരു പോയിന്റാണ് നമ്മുടെ ഈ നേവൽ ബട്ടൺ അല്ലെങ്കിൽ ബെല്ലി ബട്ടൺ എന്ന് പറയുന്നത്. അതിനെ ഒന്ന് നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വഴി ഇതുപോലെ കണക്റ്റഡ് ആയി പോകുന്ന ഒരുപാട് വെയിൻസിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും അതുമായിട്ട് ചുറ്റിപ്പറ്റിയുള്ള ഓർഗൻസിനെയൊക്കെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും നമുക്ക് സാധിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് എല്ലാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നേവൽ ബട്ടന് അടുത്തായിട്ടാണ്. അതിന് മുകളിലായിട്ടും അടുത്തായിട്ടും ഒക്കെയാണ്, താഴെയായിട്ടും അടുത്തായിട്ടും ഒക്കെയാണ് പല റീപ്രൊഡക്റ്റീവ് ഓർഗൻസും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്ത് കൊടുക്കുന്നത് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിൻ്റെയും റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെയും പ്രവർത്തനങ്ങൾ നല്ലതുപോലെ നടക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു. ഇതിന് നമ്മൾ എടുക്കുന്നത് കാസ്റ്റർ ഓയിലാണ്, അതായത് ആവണക്കെണ്ണയാണ്. എന്തുകൊണ്ട് ആവണക്കെണ്ണ ഇതിന് യൂസ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആവണക്കെണ്ണയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് നമ്മുടെ അടിവയറിലെ കോശങ്ങളുടെയൊക്കെ അതിനൊന്ന് ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. അതിൽ എന്തെങ്കിലും അടങ്ങിയിട്ടുള്ള വിഷാംശങ്ങൾ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ക്യൂർ ചെയ്യുന്നതിനും ഇല്ലാതാക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒപ്പം നമ്മുടെ പെൽവിക്കിൻ്റെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലതുപോലെ നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ചില ആളുകൾക്ക് വയറിൽ ഇടയ്ക്കിടയ്ക്കായിട്ട് വേദന വരുന്നുണ്ട്. പീരിയഡ്സിൻ്റെ വേദനയല്ല ഉദ്ദേശിച്ചത്, പീരിയഡ്സിൻ്റെയും ഇംപ്ലാന്റേഷൻ്റെയും ഓവുലേഷൻ്റെയും വേദനകളല്ലാതെ ചില ആളുകൾക്ക് വേദന ഉണ്ടാവുന്നുണ്ട്. വയറിൽ ദഹിക്കാതെ പോലെ കിടക്കുന്ന അവസരങ്ങൾ, അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക്, ഇൻഡൈജഷൻ ഉണ്ടാകുന്ന ആളുകൾക്കൊക്കെ അതൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, മലബന്ധം ഉണ്ടാകുന്നത് തടയാൻ വേണ്ടിയിട്ടും, ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ഇത് ഇമ്പ്രൂവ് ആകുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന വയറുവേദനയെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്തെ ബെനിഫിറ്റാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് ചെയ്യുന്നു. ഒരുപാട് ആളുകൾക്ക് തുടർച്ചയായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്, ജലദോഷം ഉണ്ടാകുന്നുണ്ട്, പനി, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അവരുടെ ഇമ്മ്യൂണിറ്റി പവർ ഭയങ്കര കുറവായിരിക്കും. അതൊന്ന് എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാസ്റ്റർ ഓയിൽ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനനുസരിച്ചിട്ട് നമുക്ക് മറ്റുള്ള ബാക്ടീരിയാസും വൈറസും ഒക്കെ ശരീരത്തിൽ കടക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. ചില സിറ്റുവേഷനുകളിൽ ഇതെല്ലാം വരുന്നത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഓർഗൻസിനെയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഫെർട്ടിലിറ്റി നോക്കുമ്പോൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ഒപ്പം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയും കൂടി നിങ്ങൾ എൻഹാൻസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് ഞരമ്പുകളും ധമനികളും ഒക്കെ ഇതിലൂടെ കടന്നു പോകുന്നതുകൊണ്ട് ഇതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. അടുത്തൊരു ബെനിഫിറ്റാണ് നമ്മുടെ മെൻസ്ട്രൽ ക്രാമ്പ് ഇത് കുറയ്ക്കുന്നു. ഒരുപാട് ആളുകൾ പീരിയഡ്സ് വരുന്ന സമയത്ത് അതികഠിനമായിട്ടുള്ള വേദനകൾ അനുഭവിക്കുന്നവരാണ്. ചില ആളുകൾ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള വേദനകൾ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. എന്നാൽ മറ്റു ചില ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളോ, അതായത് എൻഡോമെട്രിയോസിസ് പോലുള്ള സിറ്റുവേഷൻസ് ഇല്ലെങ്കിൽ കൂടി തന്നെയും ഇത്തരത്തിൽ അതികഠിനമായിട്ട് വയറുവേദന, ആ ക്രാംസ്, നമ്മുടെ കോൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ യൂട്രസുമായിട്ട് ബെല്ലി ബട്ടൺ കണക്റ്റഡ് ആയതുകൊണ്ട് നമ്മുടെ ഈ ഒരു ആ ഭാഗത്ത് അത് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ ആ ഒരു ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നതിനും ഉംബിലിക്കൽ കോഡിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ കൃത്യമായിട്ട് ഏകീകരിക്കുന്നതിനും വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ.
അടുത്ത ബെനിഫിറ്റ് ആണ് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിലുള്ള പ്രവർത്തനവും കൃത്യമായിട്ട് നടക്കുകയാണെങ്കിൽ അതിന് ചുറ്റുമുള്ള ഓവറീസ് ക്വാളിറ്റിയുള്ള അണ്ടം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചെയ്യുന്ന മറ്റെല്ലാ ടിപ്പും നിങ്ങളുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണാകുന്നതിന് വേണ്ടിയിട്ടും ഫലോപ്പിയൻ ട്യൂബിലെ ബ്ലോക്കേജ് ഉണ്ടാകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എംബ്രിയോ അറ്റാച്ച് ആവുകയാണെങ്കിൽ യൂട്രസിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ എൻഹാൻസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നു. അങ്ങനെ ഇതെല്ലാം ചെയ്യുന്നതിന് പടിപടിയായിട്ട് നിങ്ങൾക്ക് ആ ഒരു ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ ഈ ബെല്ലി ബട്ടൺ വാഗസ് നെർവുമായിട്ട് കണക്റ്റഡ് ആണ്. ഇത് നമ്മുടെ ഒരു വിശ്രമവും നമ്മുടെ റിലാക്സേഷനും ഒക്കെ പ്രോപ്പറായിട്ട് നിയന്ത്രിക്കുന്ന ഒരു പാരാസിമ്പത്തറ്റിക് വ്യവസ്ഥയെ നിയന്ത്രിക്കുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് റിലാക്സേഷൻ കിട്ടുന്നു. ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഉണ്ടാകുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾക്ക് ഇപ്പോൾ മെഡിസിൻ എടുക്കുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് സ്ട്രെസ്സ് കൂടുകയോ അല്ലെങ്കിൽ നമുക്ക് മറ്റേതെങ്കിലും കാര്യങ്ങൾ കൊണ്ട് ശരീരത്തിൽ സ്ട്രെസ്സ് കൂടുകയാണെങ്കിൽ ഇത് സ്ട്രെസ് ഹോർമോൺ ശരീരത്തിൽ കൂടുന്നതിൻ്റെ കാരണമാവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പല പ്രവർത്തനങ്ങളും അതൊന്ന് സപ്രസ് ചെയ്യുന്നതിന് അതിൻ്റെ പ്രവർത്തനങ്ങളെ ഒന്ന് അടിച്ചിരുത്തുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ട്രെസ് കൂടുന്നത് കാരണമാവുന്നു. അതിനൊന്ന് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളെ ഓവറോൾ ഒന്ന് റിലാക്സ്ഡ് ആക്കി മുൻപോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് ആണ് ഹെയർ ഗ്രോത്ത്. നമ്മുടെ ഫോളിക്കിളൊക്കെ ഹെയറിൻ്റെ ഫോളിക്കിളൊക്കെ കൃത്യമായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഡയറക്റ്റ് ആയിട്ട് സ്കാൽപ്പിൽ ഇടുന്നത് പോലെ തന്നെയുള്ള ബെനിഫിറ്റ് തന്നെയാണ് ഇങ്ങനെയുള്ള ഒരു രീതിക്ക് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുമ്പോഴും നമുക്ക് കിട്ടുന്നത് കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് ആണ് നമ്മുടെ ജോയിൻറ്റ് പെയിൻ ഉണ്ടാകുന്നതിൻ്റെ അളവ് ഇത് കുറയ്ക്കുന്നു. ഒരുപാട് ആളുകൾക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തും കഴുത്തിൻ്റെ ഭാഗത്തും മുട്ടിൻ്റെ ഭാഗത്തും ഇടുപ്പിൻ്റെ ഭാഗത്തും ഒക്കെ വേദന അനുഭവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ഇതൊന്ന് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഈ ബെല്ലി ബട്ടണിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴേക്കും ഇത് പല ജോയിൻസുമായിട്ട് കണക്റ്റഡ് ആണ്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ലത് എഫക്റ്റീവായിട്ട് നടക്കുന്നതിനുള്ളൊരു സപ്പോർട്ട് കിട്ടുന്നു. അടുത്ത ബെനിഫിറ്റ് ആണ് നമ്മുടെ സ്ലീപ്പ് റെഗുലേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഉറക്കവും അതുപോലെ നമ്മുടെ ഫെർട്ടിലിറ്റിയും തമ്മിൽ ഡയറക്റ്റ് ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഓവുലേഷൻ നടക്കുന്ന സമയത്തും ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തും ഒക്കെ നമുക്ക് ഉറക്കക്കുറവ് ഉണ്ടാവുകയാണെങ്കിൽ അത് റീപ്രൊഡക്റ്റീവ് ഹോർമോൺസിന്റെ പ്രവർത്തനങ്ങളെ അഫക്റ്റ് ചെയ്യുന്നു. ഉറങ്ങാതിരിക്കുന്ന സിറ്റുവേഷനിൽ പലർക്കും പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുന്നുണ്ട്. ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ഓവർകം ചെയ്യുക എന്നുള്ളതായിരിക്കും ഈ സമയങ്ങളിൽ നമ്മുടെ ശരീരം കൊടുക്കുന്ന പ്രിയോറിറ്റി. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി നീണ്ടുപോകുന്നവർക്ക് ശരീരം തന്നെ അഡിക്വേറ്റ് ആയിട്ടുള്ള കെയർ കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി നഷ്ടമായി പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പ്രഗ്നൻസി ആകാനായിട്ടുള്ള ചാൻസസ് കുറയാനായിട്ടും സാധ്യതയുണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങളുടെ സ്ലീപ്പും വേക്കപ്പും ആ ഒരു പാറ്റേൺ ആ ഒരു സൈക്കിൾ കൃത്യമായിട്ട് നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആർക്കെങ്കിലും ഉറക്കക്കുറവുണ്ടെങ്കിൽ 10 മണി 11 മണി 12 മണി 1 മണി വരെ കണ്ണ് തുറന്നിരിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ രാവിലെ 5 മണിക്ക് എഴുന്നേക്കേണ്ട സിറ്റുവേഷൻസ് വരുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് ആ ഒരു ഉറക്കമൊക്കെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഹോർമോൺസിന്റെ ബാലൻസ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാസ്റ്റർ ഓയിൽ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അടുത്ത ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ സ്കിന്നിനാണ്. നമ്മുടെ സ്കിന്നിൻ്റെ ഒരു ഗ്ലോയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നു. ഇനി ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ആ ബെല്ലി ബട്ടൺ നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കുക. ഒരിക്കലും ബെല്ലി ബട്ടൺ നല്ലപോലെ ഇട്ട് നമ്മൾ ഡ്രൈ ആയിട്ടിരിക്കുന്ന ബെല്ലി ബട്ടണിൽ നമ്മൾ കൈ ഇട്ട് നല്ലതുപോലെ ഇട്ട് ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് വേദന എടുക്കും. അതിലെന്തെങ്കിലും ഡസ്റ്റൊക്കെ കൂടുതലായിട്ട് അടിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേദന വയറിൽ കുറച്ച് നേരത്തേക്കെങ്കിലും അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ബെല്ലി ബട്ടൺ ക്ലീൻ ചെയ്യുന്നതിന് മുൻപ് ചെറിയൊരു ഓയിൽ നിങ്ങൾ അതിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുക. കോക്കനട്ട് ഓയിൽ ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇപ്പോൾ ബഡ്സ് ഉപയോഗിച്ചിട്ടാണെങ്കിലും നിങ്ങൾ പയ്യെ അതിൻ്റെ ഡസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പൊടി എന്തെങ്കിലും അടിഞ്ഞിട്ടുണ്ട് അഴുക്ക് കട്ടിയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ പയ്യെ അതിനും ഒന്ന് കൂളാക്കിയതിന് ശേഷം ഒന്നൊരു മോയ്സ്ചർ ആക്കിയതിന് ശേഷം നിങ്ങൾ പയ്യെ അതിങ്ങനെ തോണ്ടി എടുത്ത് കളയാം കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ട ആവണക്കെണ്ണ എന്ന് പറയുന്നത് കോൾഡ് പ്രസ്ഡ് ആയിട്ടുള്ള ഓയിലാണ്. പല ഓയിലിൻ്റെയും ആ ഒരു ലേബലിൽ തന്നെ എഴുതിയിട്ടുണ്ടാകും കോൾഡ് പ്രസ്ഡ് കാസ്റ്റർ ഓയിൽ എന്നും പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള ഓയിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ആവണക്കെണ്ണ നമ്മൾ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, കുറച്ച് തിക്കായിരിക്കും അതിൻ്റെ ടെക്സ്ചർ. കോക്കനട്ട് ഓയിൽ പോലെ ഭയങ്കര ലൂസ് ആയിരിക്കില്ല, ഇത് ഭയങ്കര തിക്ക് കട്ടിയുള്ള ഒരു ടെക്സ്ചർ ഘടനയായിരിക്കും ഇതിനുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ ഒരു കുഞ്ഞു ചോറും പാത്രമോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു കറിപ്പാത്രം എടുത്തിട്ട് ഒരു സ്റ്റീലിൻ്റെ കറിപ്പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് വേണ്ട ഒരു 1-2 സ്പൂണ് ആവണക്കെണ്ണ നിങ്ങൾ അതിലോട്ട് ഒഴിക്കുക. ദെൻ നമ്മളത് അടപ്പത്ത് വെച്ചിട്ട് പയ്യെ
പയ്യെ ഒന്ന് ചൂടാക്കുക. അപ്പോൾ അതിൻ്റെ ഒന്ന് കട്ടി ഒന്ന് കുറയാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം അതേ ചൂടോടുകൂടി ഒഴിക്കാനായിട്ട് പാടില്ല. ആ ഓരോന്ന് വാമാക്കിയതിന് ശേഷം പയ്യെ ഒന്ന് അതിൻ്റെ ചൂടൊന്ന് പോയി, എന്നാൽ ഒരുപാട് ചൂടും ഇല്ല ഭയങ്കര തണുപ്പും ഇല്ലാത്ത ഒരു മീഡിയം ലെവൽ, നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ലെവൽ ഉണ്ടാവുമല്ലോ, ആ ലെവലിൽ നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കുട്ടികളുടെ ഫില്ലർ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കറക്റ്റായിട്ട് ആ ബെല്ലി ബട്ടൻ്റെ അകത്ത് തന്നെ വീഴും. അതല്ലെങ്കിൽ അത് ഒരുപാട് തുളുമ്പി പുറത്തേക്ക് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് പറ്റാത്തവർ വേറൊരാളുടെ ഹെൽപ്പോടുകൂടി സ്പൂണിൻ്റെ മറുവശം ഉണ്ടാവുമല്ലോ, ആ മറുവശത്തും ഭയങ്കര തിന്നായിട്ടുള്ള രീതിക്ക് ഒരു ഷേപ്പ് ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സൈഡ് വെച്ചിട്ട് പയ്യെ നമ്മുടെ ഒരു ബെല്ലി ബട്ടൺ അകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഫില്ലാവുന്നൊരു പോർഷനിലെത്തി കഴിയുമ്പോൾ നിങ്ങൾ കുറച്ച് ആവണക്കണ്ട കയ്യിലെടുത്തിട്ട് നിങ്ങളുടെ ആ ഒരു നേവലിന് ചുറ്റുമുള്ള പോർഷനിൽ പയ്യെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് ഹാർഡായിട്ടൊന്ന് മസാജ് ചെയ്യേണ്ട, പയ്യെ നമ്മൾ ശരീരത്തിന് വേദനിക്കാത്ത രീതിക്ക് പയ്യെ ഒന്ന് ചുറ്റും ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 10-15 മിനിറ്റോളം നിങ്ങൾ അങ്ങനെ റെസ്റ്റ് എടുക്കാനായിട്ട് നോക്കുക. പയ്യെ മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുന്ന സമയത്ത് കാസ്റ്റർ ഓയിൽ തുളുമ്പി പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല, അത് ടെൻഷൻ ആവേണ്ട കാര്യമല്ല. അത് കുറച്ച് അങ്ങോട്ട് ശരീരം തന്നെ അബ്സോർബ് ആക്കി കുറേ അങ്ങോട്ട് എടുത്തോളും. ബാക്കി നമ്മളിപ്പോൾ ഒരു മസാജ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും തുളുമ്പി പുറത്തേക്ക് പോകുന്നത് കേട്ടോ. അതിനുശേഷം ഒരു ചെറിയ ചൂടുവെള്ളത്തിൽ നിങ്ങൾ അവിടെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നോക്കാം. അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് ഇടുമ്പോഴേക്കും ഓയിൽ ആ ഡ്രസ്സിൽ പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അനത്ത ഒരു ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ അത് അവിടെ ഒരു ഭാഗം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ടാകും. ഏകദേശം ഓവുലേഷൻ സമയം വരെ നിങ്ങൾ ഈ ഒരു പ്രവർത്തനം ചെയ്താൽ മതി. പീരിയഡ്സിൻ്റെ ആ ഒരു ബ്ലീഡിങ് നിന്നതിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്കൊരു 10-12 ദിവസം കിട്ടുമല്ലോ. ചിലവർക്ക് സൈക്കിൾ ലെങ്തിൻ്റെ വ്യത്യാസം അനുസരിച്ചിട്ട് ഓവുലേഷൻ ദിവസം 14, 15, 16, 17, 18 ഒക്കെ ആയി പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ എന്നാണോ എക്സാക്റ്റ് ആയിട്ടുള്ള ഓവുലേഷൻ ഡേറ്റ് വരുന്നത് ആ ദിവസം വരെ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാം കേട്ടോ. ഓൺലൈനായിട്ട് ഫ്ലിപ്കാർട്ടിൽ നിന്നും ആമസോണുകളിൽ നിന്നും അതുപോലെ നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും ആയുർവേദ ഷോപ്സിൽ നിന്നും മറ്റുള്ള മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും നിങ്ങൾക്ക് ആവണക്കെണ്ണ മേടിക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് വലിയ ബോട്ടിലൊന്നും നിങ്ങൾ മേടിക്കേണ്ട, ഏറ്റവും തീരെ ചെറുത് നിങ്ങൾ മേടിച്ചാൽ മതി. ഒരു 3 മാസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക. ചിലർക്ക് ആദ്യത്തെ ഒരു മാസം തന്നെ കാസ്ട്രോൾ പാക്ക് ഉപയോഗിച്ചിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് എഫേർട്ടൊന്നും എടുക്കേണ്ടാത്ത ഒരു 100 അല്ലെങ്കിൽ ഒരു 150 രൂപയ്ക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു സാധനമാണത്. ഇത് ഒരുപാട് നാൾ നിങ്ങൾക്ക് നിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മെത്തേഡ് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.